girls. So the second module is special contracts. സിലബസിലുള്ള സെക്കൻഡ് മോഡ്യൂൾ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്. വി have finished our first module, that is Indian Contract Act. So under special contracts there are different types of special contract like indemnity and guarantee, bailment and pledge, and the law of agency. അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇൻറ്റെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പീഷീസ് ഓഫ് ദ ജനറൽ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ദ പ്രിൻസിപ്പിൾസ് റിലേറ്റിംഗ് ടു ഇൻറ്റെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആർ കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 8, ദാറ്റ് ഇസ് സെക്ഷൻ 124 to 147 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ഹെഡിലാണ് വരിക. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ടു ഇൻറ്റെമിനിഫൈ മീൻസ് ടു കോമ്പൻസേറ്റ് ഓർ മേക്ക് ഗുഡ് ദ ലോസ്. അതായത് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയുക, നഷ്ടം നികത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻറ്റെമിനിഫൈ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ എ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി റെഫേഴ്സ് ടു promise made by one person to make good any loss or damage another has incurred or may incur by acting at his request or for his benefit. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യാണ്, മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവോ അല്ലെങ്കിൽ എന്താ പറയുക ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തി തരാമെന്ന് പറഞ്ഞിട്ടുള്ള, അതിനൊരു കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോമിസാണ് ഇവിടെ നടക്കുന്നത്. ആ ടൈപ്പ് ഓഫ് പ്രോമിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യലി ടു പ്രൊട്ടക്ട് ദ പ്രോമിസി എഗെയിൻസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. അതായത് വരാനിരിക്കുന്ന നഷ്ടത്തിൽ നിന്ന്, നഷ്ടങ്ങളെ കണക്കിൽ എന്താ പറയുക ആൻറ്റിസിപ്പേറ്റഡ് ലോസ് എന്ന് പ്രോമിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി, it is best example for contract of indemnity is fire insurance, marine insurance, but life insurance is not a contract of indemnity. അതായത് ഇവിടെ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു നഷ്ടത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മേക്ക് ഗുഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു നഷ്ടം എന്താക്കുക കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ആണല്ലോ. അപ്പോൾ ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വല്ല തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ലൈഫ് ഇൻഷുറൻസിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ വീണ്ടെടുക്കാനോ ആ നഷ്ടം നികത്താനോ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതൊരു എന്താണ്, ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. ആ പോയിന്റ് ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളാണ് ഫയർ ഇൻഷുറൻസ് ആൻഡ് മെറൈൻ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റെമിനിറ്റി കോൺട്രാക്ട്. ഇനി നമ്മൾ ഡെഫിനേഷൻ പഠിക്കാൻ പോവാണ്. സെക്ഷൻ 124 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി. എന്താണെന്ന് നോക്കാം. എ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി ഇസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ് ടു ഹിം ബൈ ദി കോൺടാക്റ്റ് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദി കോൺടാക്റ്റ് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പം ഒരാൾ മറ്റൊരാളടുത്ത് പറയുകയാണ് എന്ത് പ്രോമിസ് ചെയ്യുക ചെയ്യുന്നത്, ടു സേവ് ദി അതർ ഫ്രം ദി ലോസ് കോസ് ടു ഹിം. അയാൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നഷ്ടം ഉണ്ടാവുന്നത് എങ്ങനെയാവാം, ബൈ ദി കോൺടാക്റ്റ് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദി കോൺടാക്റ്റ് ഓഫ് എനി അതർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ടു പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെ ഇരിക്കും എന്നറിയോ. The person who promises to save the other from the loss is called indemnifier. രണ്ട് പാർട്ടീസ് ഉണ്ടാവുക, indemnifier ആൻഡ് indemnity holder. Indemnity holder is also known as indemnified. അപ്പം ആരാണോ ഇങ്ങനെ പ്രോമിസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഇൻറ്റെമിനിഫയർ എന്ന് പറയാം. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്, ഇൻറ്റെമിനിഫയർ. ഓക്കെ, ഇനി ആരെ ഇൻറ്റെമിനിഫൈഡ് അല്ലെങ്കിൽ ഇൻറ്റെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്,
the person to whom the promise is made, അല്ലെങ്കിൽ the person who is so protected is called indemnified or indemnity holder. അപ്പോൾ നമ്മളിപ്പോൾ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ബിസിനസ്മാൻ ആണ് എന്ത് ഫയർ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ. അപ്പോൾ മനസ്സിലായോ? ദർ ആർ ടു. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി പഠിച്ചു വെക്കുക. ഹു ആർ ദ പാർട്ടീസ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി നോക്കുക. അപ്പോൾ therefore to constitute a valid contract of indemnity 3 ingredients are necessary. ആര് വേണം? one party promises to save the other from the loss caused to the latter. Second is the loss is caused to him by the conduct of the promiser. Or third one, the loss is caused by the conduct of any other third person. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, അതായത് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് ഈസ് എ സ്പീഷീസ് ഓഫ് ജനറൽ കോൺട്രാക്ട്. ഹെൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ വാലിഡ് കോൺട്രാക്റ്റിന് എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് വേണം എന്നുള്ളത്. ആ എസെൻഷ്യൽ എലമെൻറ്റ്സ് എല്ലാം ഇവിടെയും വേണം. ഏതൊക്കെ? കൺസിഡറേഷൻ, കോമ്പിറ്റൻസ് ഓഫ് ദി പാർട്ടീസ്, റിയാലിറ്റി ഓഫ് കൺസെൻറ്റ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എക്സെട്ര. ഓക്കെ. അതേപോലെ ഇവിടെ പറയുന്നത് സിമിലർലി വെർ എ പേഴ്സൺ ആസ്ക് അനദർ ടു attack third person promising to indemnify him against the consequences, indemnity cannot be enforced since it is against law എന്നാണ് പറയുന്നത്. ഇനി ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിക്ക് വാട്ട് ആർ ദ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രൊട്ടക്റ്റ് ദി ഇൻഡെംനിഫൈഡ് ഫ്രം ദി ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ലോസ്. അപ്പോൾ എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി may be express contract of indemnity or implied contract of indemnity. എന്താണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് അറിയാം നിങ്ങൾക്ക്. എന്താണ് ഇംപ്ലൈഡ്? എന്തായിരുന്നു എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? വേർ ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആർ either in oral or in written form, it is called an express contract of indemnity. അപ്പോൾ എല്ലാം വൃത്തിക്ക് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റൊക്കെ ഒന്നുകിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ടേംസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. എക്സാമ്പിൾ പോളിസി ഓഫ് ഇൻഷുറൻസ്. ഓക്കെ. ഇനി എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്? where the contract of indemnity can be inferred from the circumstances of the case or from the relationship of the parties. It is called implied contract of indemnity. ഇവിടെ എല്ലാ ടേംസും കൃത്യമായിട്ട് പറയോ എഴുതി വെക്കുകയൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ദി സർക്കംസ്റ്റൻസസ് ഓഫ് ദി കേസ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൺട്രാക്റ്റ് ഓഫ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഓക്കെ. അതിന് എക്സാമ്പിൾ പറയുന്നത് when a person pays money on behalf of another who is bound to pay, he is entitled to be indemnified by another person. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോണത് എപ്പോഴാണ് ഒരു ഇൻഡെംനിഫയറിൻ്റെ ലയബിലിറ്റി കമൻസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് ബാധ്യത തുടങ്ങുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീൻ്റെ ബാധ്യത എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പം ആസ് സൂൺ ആസ് ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഡെംനിറ്റി ഹോൾഡർ ബിക്കംസ് certain, he can compel the indemnifier to make good his loss even before he actually discharges his liability. That is, indemnifier need not wait till the indemnity holder discharges his liability എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ when the indemnifier suffers some loss according to the terms and conditions of the contract. മനസ്സിലായല്ലോ? എങ്ങനെയാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം എന്താക്കാന്നാ പറയുന്നത് ചെയ്യാം. അതായത് ഇപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് തന്നെ ഫയർ ഇൻഷുറൻസ് തന്നെ ഫുൾ കത്തണം എന്നില്ല. ചെറിയൊരു ഭാഗം കത്തിയാലും ഇത്ര എന്ന് പറഞ്ഞിട്ടൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാവും, ഇത്ര എമൗണ്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള.
അപ്പം അങ്ങനെ എത്രയാണോ വെൻ ദ ഇൻഡെംനിഫയർ സഫേഴ്സ് സം ലോസ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കോൺട്രാക്ട്, ആരുടെ ലയബിലിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്? ഇൻഷുറൻസ് കമ്പനീൻ്റെ, ഇൻഡെംനിഫയറിൻ്റെ. ഓക്കെ. ദെൻ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, ഓക്കെ, അത് എക്സാമ്പിൾ പറഞ്ഞത് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ആർ കവേർഡ് ഇൻ ദിസ് കാറ്റഗറി. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്നുള്ളതാണ്. ഇൻഡെംനിറ്റി ഹോൾഡർ ആരായിരുന്നു? അപ്പോൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് പീപ്പിൾ, അവരെയാണ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയാം. അപ്പോൾ സെക്ഷൻ 125 enumerates the rights of indemnity holder in a contract of indemnity. അപ്പോൾ indemnity holder can recover from the indemnifier ഫോളോയിങ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സെക്ഷൻ 125 ഇൻഡെംനിറ്റി ഹോൾഡർ റൈറ്റ്? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റൈറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ക്ലെയിം ഫോർ ഡാമേജസ്, അതായത് ഓൾ ഡാമേജസ് വിച്ച് ഹി മേ ബി കമ്പൽഡ് ടു പേ ഇൻ എനി സ്യൂട്ട് ഓഫ് എനി മാറ്റർ ടു വിച്ച് ദ പ്രോമിസ് ടു ഐഡൻറ്റിഫൈ ഇംപ്ലൈസ്. എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഇൻഡെംനിറ്റി ഹോൾഡറിനുണ്ട്. ദെൻ സെക്കൻഡ് റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ ഇസ് ക്ലെയിം ഫോർ കോസ്റ്റ് ഓഫ് സ്യൂട്ട്. ഇവിടെ കോസ്റ്റ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ കോസ്റ്റ് ഹി മേ ബി കമ്പൽഡ് ടു പേ ഇൻ എനി സച്ച് സ്യൂട്ട്. അതായത് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അയാൾക്ക് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, അയാൾ കൊടുക്കേണ്ടതുണ്ടോ, അതെല്ലാം ആര് തരണം? ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുക, നമുക്കൊരു ടൈലറിങ് ഷോപ്പാണ് കത്തിപ്പോയിട്ടുള്ളത്. ആ ടൈലറിങ് ഷോപ്പിൽ ഒരുപാട് ഇങ്ങനെ മറ്റുള്ളവരത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കല്യാണ പാർട്ടീൻ്റെത് ഉണ്ടാവും, സ്റ്റിച്ച് ചെയ്യാനുള്ളത്, അവരതും വരുന്നതൊക്കെ നല്ല വിലപിടിപ്പുള്ളതുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ആര് തരണം എന്നാണ് പറയുന്നത്? ഇൻഷുറൻസ് കമ്പനി തരണം. അതാണ് ഇൻഡെംനിറ്റി ഹോൾഡറുടെ വേറൊരു റൈറ്റ്, ക്ലെയിം ഫോർ കോസ്റ്റ് ഓഫ് സ്യൂട്ട്. അപ്പോൾ ബട്ട് ദ ഇൻഡെംനിറ്റി ഹോൾഡർ ക്യാൻ റിക്കവർ സച്ച് കോസ്റ്റ് only if he had acted prudently and did not contravene the orders of the indemnifier, or only if the indemnifier authorized him to bring or defend the suit. അപ്പം ശരിക്കും അയാൾ ഇപ്പം സാരിയൊക്കെ അയാൾക്ക് മാറ്റാൻ പറ്റി വിചാരിച്ചോളൂ. തീപിടുത്തം വരുന്ന സമയത്ത് നല്ല വില പിടിപ്പുള്ളതൊക്കെ അയാൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നും കിട്ടുമൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അയാൾ ശരിക്കും പ്രൂഡൻ്റ്ലി ആക്ട് ചെയ്യണം. പ്രൂഡൻ്റ്ലി ആക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് വെറുതെ ഒരു കബളിപ്പിക്കുന്ന രീതിയിലാവരുത്. ദെൻ തേർഡ് റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ ഇസ് ഓൾ സംസ്, അതായത് റിക്കവറി ഓഫ് സംസ് പെയ്ഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് കോംപ്രമൈസ്. അതായത് ഓൾ സംസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഓൾ സംസ് വിച്ച് ഹി മേ ഹാവ് paid under the terms of any compromise of any such suit, provided such compromise is not contrary to the orders of the promisor and was one which it would have been prudent for the indemnity holder to make. അതായത് indemnity holder shall be entitled to all these rights provided he act within the scope of the authority എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ടേംസും അയാൾ ആക്ട് ചെയ്യേണ്ടത് ഈ ഒരു പരിധിക്കുള്ളിൽ നിന്നായിരിക്കണം. അതായത് ഈ കോൺട്രാക്റ്റിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ നിന്ന് ആക്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തൊക്കെ അയാൾ സംസ് കൊടുത്തിട്ടുണ്ടോ, എന്തെല്ലാം നഷ്ടങ്ങൾ ഇൻഡെംനിറ്റി ഹോൾഡർ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാതും അയാൾക്ക് കമ്പനീൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പിടിക്കാം. ലാസ്റ്റ് വൺ, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഇതിൽ എഴുതിയിട്ടില്ല. അതായത് an indemnity holder is entitled to sue the indemnifier even before he has suffered any damage provided an absolute liability has been incurred by him. അതായത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് നിങ്ങൾ പഠിച്ചതാണ്. അതായത് എന്തായിരുന്നു സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്? അതായത് എന്താണോ ആക്ച്വൽ കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുള്ളത് അത് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മലാപ്പറമ്പ് ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സ്ഥലം തരൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേസ് കൊടുത്തപ്പോൾ കോടതി ഉത്തരവിടും ആ സ്ഥലം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ചില കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതാവുന്നത് വെച്ചാൽ
ഇൻറ്റെമിനിറ്റി ഹോൾഡറിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ ഇൻറ്റെമിനിഫയർ ഈവൻ ബിഫോർ ഹി ഹാസ് സഫേർഡ് എനി ലോസ്. ശരിക്കും നഷ്ടം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ എന്താക്കാം എന്നാണ് പറയുന്നത്? അയാളോട് ചോദിക്കാം, അതായത് എത്രയാണ് വേണ്ടത് എന്നുള്ളത്, പ്രൊവൈഡഡ് ആൻ ആബ്സല്യൂട്ട് ലയബിലിറ്റി ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ഹിം. ഓക്കെ, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ഇൻറ്റെമിനിഫയർ നോക്കാം. ഇൻറ്റെമിനിഫയർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനീൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്? ദ റൈറ്റ്സ് ഓഫ് ഇൻറ്റെമിനിഫയർ ആർ സിമിലർ ടു ദോസ് ഓഫ് എ ഷുവർട്ടി എന്നാണ് പറയുന്നത്. ഷുവർട്ടി ആരാന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ പോണേ ഉള്ളൂ. He becomes entitled to the benefits of all securities which the creditor has against the debtor, whether he was aware of them or not. അതായത് ഷുവർട്ടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കടം ഒരാൾക്ക് കൊടുക്കാനുണ്ട്, മനസ്സിലായല്ലോ, ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇത് കണ്ടു നിന്ന് വേറൊരാൾ പറയാം ഞാൻ തന്നിട്ടില്ലെങ്കിൽ അവർ തന്നോളാം എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാരണ്ടിയൊക്കെ കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കുന്നതിന് ആ ആളെയാണ് ഷുവർട്ടി എന്ന് പറയുക. മനസ്സിലാവും. അപ്പോൾ ഷുവർട്ടിക്ക് എന്തൊക്കെയാണ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ എന്തൊക്കെ സാധനങ്ങൾ കടം വെച്ച് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണോ കടം വാങ്ങിയിട്ടുള്ളത്, ഞാനിപ്പോൾ 10,000 രൂപ വാങ്ങിയിട്ടുണ്ട് എൻ്റെ സ്വർണ്ണമാല വെച്ചിട്ടെങ്കിൽ, ഈ ഷുവർട്ടി ഈ എമൗണ്ട് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർട്ടിക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർണ്ണമാലയ്ക്ക് ഷുവർട്ടിക്ക് വാങ്ങാം. കാരണം അവിടെ ക്രെഡിറ്റർ ആരായി മാറുക ചെയ്യുന്നത്? ഷുവർട്ടിയായി മാറുക ചെയ്യും. അപ്പോൾ എപ്പോഴാണോ എൻ്റെ അടുത്ത് കാശ് ഉണ്ടാകുന്നത് അപ്പം എനിക്ക് എന്ത് ചെയ്താൽ മതി? ഷുവർട്ടീൻ്റെ അടുത്തുനിന്ന് ഷുവർട്ടിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്തിട്ട് ആ സാധനങ്ങൾ എനിക്ക് കൈപ്പറ്റാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൈറ്റാണ് ആർക്കുള്ളത് എന്നാണ് പറയുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ ഉള്ളത്. അതായത് എന്തെല്ലാം വെച്ചിട്ടാണോ ഇവർ ഇതാക്കിയിട്ടുള്ളത്, അതായത് he becomes entitled to the benefits of all securities എന്നാണ് പറയുന്നത്, which the creditor has against the principal debtor.